ഞാൻ ഓർക്കുക, കോയമ്പത്തൂർ അവിടെ പല്ലടം എന്നൊരു സ്ഥലമുണ്ട്. ഇന്നും ജീവിച്ചിരുന്നൊരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അലക്സ് എന്നാണ്. ഈ ചേട്ടൻ കൂടെ എൻ്റെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെയും കൊണ്ടുവരും. എന്നും ഭാര്യ കരഞ്ഞുകൊണ്ട് അച്ചോ ഒട്ടുക്കത്തെ സിഗരറ്റ് വലിയ. ഈ മനുഷ്യൻ ഒരു ദിവസം 12-13 പാക്കറ്റ് സിഗരറ്റ് വലിക്കും. അദ്ദേഹം വലിക്കുന്ന സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ വില 150 രൂപയാണ് ചുരുങ്ങിയത്. അപ്പം ഞാൻ കണക്കൂട്ടിയപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1500 രൂപയ്ക്ക് ഒരു ദിവസം വലിക്കുന്നുണ്ട്. 38 വർഷം ഈ മനുഷ്യൻ ഇങ്ങനെ വലിച്ചു. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന് വേണ്ട പൂത്ത പണമുള്ളതുകൊണ്ട് പണത്തിന് കുഴപ്പമില്ല. അപ്പോൾ 38 വർഷം ഉള്ളവരെ 1500 വെച്ച് ഡെയിലി പുകവലിച്ച് കളഞ്ഞു. ഞാൻ പറയും ചേട്ടത് ഉപേക്ഷിക്കുക, അലക്സ് എന്ന പേര് ഉപേക്ഷിക്കുക. എന്ത് ചെയ്താൽ മനുഷ്യ ഉപേക്ഷിക്കില്ല. ഒരു സോടി വരെ എൻ്റെ അടുത്ത് കരയുണ്ട്, അച്ചോ എൻ്റെ ശരീരം മുഴുവൻ കറുത്ത പാടുകൾ കാണുന്നു. ഈ രാത്രി കൊണ്ട് കണ്ടതാ ശരീരം മുഴുവൻ കറുത്ത പുള്ളിക്കുത്തുകൾ. ഞാൻ പറഞ്ഞു ഈ വിഷാംശം മുഴുവൻ ശരീരത്തിൽ വലിച്ചു കയറ്റി ഇപ്പോൾ അത് ക്യാൻസറായിട്ട് മാറിയിരിക്കുന്നു. വളരെ ഗൗരവമാണ്, വളരെ സീരിയസ് ആണ്. ചേട്ടൻ ധ്യാനത്തിന് വാ, തമ്പുരാനെ വിളിക്കുക. ഇത് താഴ്വാരമാണ്, ഈ പുകവലി താഴ്വാരമാണ്. ഇത് ഉപേക്ഷിക്കുക സഹോദരങ്ങളെ. അദ്ദേഹം ഒരു ധ്യാനത്തിന് വന്നു, അത് ഉപേക്ഷിച്ചു, കുമ്പസാരിച്ചു, കൗൺസിലിംഗ് നടത്തി. ആ ധ്യാനത്തിലെ രോഗശാന്തി ആരാധന ദിവസത്തിൽ ഈ മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിലുണ്ടായ പുള്ളിക്കുത്തുകൾ മുഴുവനും അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. ഇന്നും ഈ അലക്സേട്ടൻ ജീവിച്ചിരിക്കുന്നു. ഈ പുകവലിന്ന് താഴ്വാരമിട്ടു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നിൽ താഴ്വാരങ്ങളുണ്ടോ? ദുശീലങ്ങളെന്ന താഴ്വാരമുണ്ടോ? മദ്യം, പുകവലി, പൊടിവലി, മുറുക്ക്, മയക്കുമരുന്ന്, പാൻപരാഗ്, ആൻസ് ഉണ്ടോ? പാപകരമായ കാഴ്ചകളുടെ താഴ്വാരങ്ങളുണ്ടോ? ജഡിക പാപങ്ങളുടെ താഴ്വാരങ്ങളുണ്ടോ? ഇത് ഉപേക്ഷിച്ചാലേ ആത്മീയമായി മല കയറാൻ പറ്റൂ. ഇത് ഉപേക്ഷിച്ചാലേ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരും. 2 കരം ഉയർത്തിപ്പിടിച്ചേ. താഴ്വാരങ്ങൾ വിട്. ഈ ലോകമെന്ന താഴ്വാരം വിട്. പാപമെന്ന താഴ്വാരം വിട്. ദുശീലങ്ങളെന്ന താഴ്വാരം വിട്. അശുദ്ധി എന്ന താഴ്വാരം വിട്. അനുസരണക്കേടെന്ന താഴ്വാരം വിട്. നിരാശ, ദുഃഖം എന്ന താഴ്വാരം വിട്. പാപക്കൂട്ടുകെട്ടുകളെ താഴ്വാരം വിട്. എല്ലാ താഴ്വാരങ്ങളും വിട്ട് ആത്മീയ മനുഷ്യരായി മാറാൻ തീരുമാനമെടുത്ത് 2 കരം ഉയർത്തി ഞാൻ പ്രൈസ് ദി ലോർഡ് പറയുന്നവരെ ഇട്ടിപ്പെട്ടുന്ന ശബ്ദത്തിൽ സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അച്ഛൻ വൈക്കത്ത് ധ്യാന കേന്ദ്രത്തിൽ ഒരു ഭാര്യ എല്ലാ വെള്ളിയാഴ്ചയും വരും. ഭർത്താവിൻ്റെ മദ്യത്തോടുള്ള ആസക്തി, അമിതമായിട്ട് മദ്യപിക്കുന്ന ഭർത്താവ്. ഞാൻ പറയും ചേച്ചി, ഞാൻ ചേട്ടനെ കൊണ്ട് എന്നാലും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. വരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, ചേട്ടൻ എന്തെങ്കിലും എൻ്റെ മുൻപിൽ വന്നു പെടുമെന്ന് ഉറപ്പാന്ന്. സഹോദരങ്ങളെ, ഒരു ദിവസം ഈ മനുഷ്യൻ ഒരു രോഗിയായിട്ട് എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഹാർട്ടിൻ്റെ പ്രോബ്ലം. ഈ ഹാർട്ടിൻ്റെ വാൾവുകൾ അടഞ്ഞുപോയി. എത്ര 4 വാൾവുകൾ അടഞ്ഞു പോയത്. ഹാർട്ട് അറ്റാക്കാണ് ഈ ചേട്ടൻ. നമ്മൾ ചേട്ടാ, ഈ മദ്യം എന്ന താഴ്വാരത്ത് ചേട്ടൻ കുളിച്ചു കിടക്കുമായിരുന്നു. മദ്യപിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരും. എങ്ങനെയാണെന്നറിയാവോ? ഈ നമ്മുടെ ശരീരത്തിലെ ഈ കുഴലുകളുണ്ട്, ഈ ഹാർട്ടിൻ്റെ ഭാഗത്തുള്ള ആ കുഴലുകൾ അതിങ്ങനെ നേർന്ന് അതിൻ്റെ ആ കുഴലുകളുടെ കട്ടി കുറഞ്ഞിങ്ങനെ അടഞ്ഞു പോകും. അറ്റാക്ക് ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് പരാതിയില്ലാത്ത പെട്ടിയിൽ കിടക്കാനുള്ള മഹാഭാഗ്യം കിട്ടും. പരാതിയില്ലാത്ത പെട്ടി ഏതാ? അതിൽ കയറിക്കിടന്ന എല്ലാ പരാതിയും അവസാനിക്കും. അതിൽ കയറിക്കിടക്കാൻ നിങ്ങൾക്കെന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദര, ഇതാ ചേട്ടൻ മദ്യം ഉപേക്ഷിച്ച് എൻ്റെ ഭാര്യ എല്ലാ വെള്ളിയാഴ്ച കരഞ്ഞു വരും. ചേട്ടൻ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ എന്തെങ്കിലും ഒരു ദിവസം ചേട്ടൻ വരും. സംഭവിച്ചു നിന്നാണ്. ചേട്ടൻ തമ്പുരാനെ
ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പിന്നെ ഞങ്ങൾ ഇന്നും കുർബാനയിൽ ഈ മനുഷ്യൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തെ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയാണ് ട്രീറ്റ്മെൻറ്റിന്. അവിടെ ചെന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് വിട്ടതാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ ചെന്നു. അപ്പോൾ അതിക്ക് മുമ്പേ ടെസ്റ്റിൽ ഇങ്ങനെ 4 ബ്ലോക്കൊക്കെ കണ്ടെത്തിയതാണ്. ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ചെന്നു. വീണ്ടും ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ട സത്യം, ഈ 4 അടഞ്ഞുപോയ ആ വാൾവുകളും അത് തുറന്നിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. ഈ മനുഷ്യൻ മദ്യം എന്ന താഴ്വാരത്തെ ഉപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിലൂടെ താഴ്വാരങ്ങൾ വിട് ഇല്ലേ? പരിശുദ്ധാത്മാഗ്നി ഇറങ്ങി വലിയ സത്യമാണ്. ഒരത്ഭുതം ഇവിടെ നടക്കില്ല, ഒരു ചുക്കം ഇവിടെ സംഭവിക്കില്ല. സത്യം.